CPI നേതാവ് KJ ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. അസോസിയേഷൻ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകയും അധ്യാപികയും കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എറണാകുളത്തെ LDF സ്ഥാനാർത്ഥിയുമായ KJ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള കോൺഗ്രസിന്റെ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് പുതിയകോട്ടയിൽ വെച്ച് നടത്തിയ പൊതുയോഗം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മുടെ സംഘടനയുടെ നേതാവായിട്ടുള്ള സഖാവ് ശൈല ടീച്ചറെ, അതോടൊപ്പം തന്നെ അതിനു മുമ്പേ നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സഖാവ് ശ്രീമതി ടീച്ചറെ, ഇന്ന് മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ കുറിച്ചൊക്കെ തന്നെ വളരെ മോശമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള തെമ്മാടികൾ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു വരുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അതെല്ലാം തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സംഘടനയല്ല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കാലാകാലങ്ങളിലായി ഇത്തരം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കെതിരെ അതിശക്തമായി സമരം സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. അത് രാഷ്ട്രീയപരമായും സംഘടനാപരമായും അത് നിയമപരമായും തന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് PA ശകുന്തള അധ്യക്ഷയായി. നേതാക്കളായ സുനു ഗംഗാധരൻ, M തുളസി എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സണുമായ KV സുജാത ടീച്ചർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.